കാറ്റത്തെ കിളിക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടം വരുന്നേ. ഇത്രയും പറഞ്ഞ് സുഭാഷ് എഴുന്നേറ്റു. ഡാ മക്കളെ, വാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം, സുഭാഷ് പറഞ്ഞു. സോറി സുഭാഷ് ഏട്ടാ, എന്നോട് ക്ഷമിക്കണം, നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം കരഞ്ഞുകൊണ്ടിരുന്ന സുനന്ദ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം 11:30 ഇത് കണ്ട് ലളിത സുനന്ദയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ ഇതൊന്നും അറിയാതിരിക്കാൻ നോക്കണേ മോളെ. ആ മനസ്സ് വേദനിപ്പിക്കാൻ നമ്മളായിട്ട് ഒരിടയാക്കരുത്. ഞാൻ മോളെ വിശ്വസിച്ചോട്ടെ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സുനന്ദയെ ലളിത ചേർത്ത് പിടിച്ചു. ഇതേ സമയം പൂജാരി വന്ന് എല്ലാവരോടുമായി ചോദിച്ചു, നട അടയ്ക്കാറായി, കെട്ട് നടത്തുന്നുണ്ടോ ഇല്ലയോ? ഇനിയും കാത്തു നിൽക്കാൻ പറ്റില്ല. വേണ്ട തിരുമേനി, നടയടച്ചോ, കെട്ട് നടക്കില്ല, പെൺകുട്ടി വന്നില്ല, സുധീഷ് പറഞ്ഞു. ഇതാ പൂജിക്കാൻ ഏൽപ്പിച്ച താലി. പൂജാരി താലി എടുത്തു നീട്ടി. സുഭാഷ് ചെന്ന് അത് ഏറ്റുവാങ്ങി. തിരുമേനി, ദക്ഷിണ. ഈശ്വരന്റെ പിന്തുണയില്ലാത്ത കല്യാണത്തിന് എന്ത് ദക്ഷിണ? തിരുമേനി ചോദിച്ചിട്ട് പോയി. നീയല്ലേ വാങ്ങിയത്, ദാ സൂക്ഷിച്ചു വെച്ചേക്ക്. താലി സുധീഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് സുഭാഷ് പറഞ്ഞു. അന്ന് രാത്രി പണിക്ക് പോയി തിരിച്ചു വന്ന സുഭാഷിനോട് നിധി പറഞ്ഞു, സോറി സുഭാഷ് ഏട്ടാ, സത്യമായിട്ടും ഈ കല്യാണം നടക്കുമെന്നാ ഞാൻ വിചാരിച്ചേ, ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല. ഇത് കേട്ട് ഹരീഷ് പറഞ്ഞു, സുനന്ദ ഇങ്ങനെയൊക്കെ തന്നെയാ, എന്നിട്ടും അവളെ വിശ്വസിച്ചാൽ ഞങ്ങൾക്കാ തെറ്റുപറ്റിയത്. അവളിങ്ങനെയൊക്കെ ചെയ്തതിൽ ഏട്ടത്തി എന്തു പിഴച്ചു? ഏട്ടത്തി കരയാതിരിക്കേ. ദേ, ആരും ഒന്നും ഓർത്ത് വിഷമിക്കരുത്. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? കുറച്ചു നേരം അമ്പലത്തിൽ പോയിരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഞാനേ കുറെ നാളായി അമ്പലത്തിൽ പോയിട്ട്. അപ്പോ ഭഗവതിക്ക് തോന്നിക്കാണും ഈ പേരിലെങ്കിലും എന്നെ കുറച്ചു നേരം അവിടെ പിടിച്ചിരുത്തണമെന്ന്. അതിന് നീ പോയി ഇങ്ങനെ കരഞ്ഞാലെങ്ങനെയാ നിധി? നോക്ക്, ഇത് കാണുമ്പോഴാ ഞങ്ങൾക്ക് വിഷമം, സുഭാഷ് പറഞ്ഞു. നിധി, അങ്ങനെയൊന്നും നിന്നെ ആരും തെറ്റുകാരിയായിട്ട് കരുതിയിട്ടില്ല. എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ, കുറച്ച് ഫ്രഷ് എയർ കൊണ്ടാ കുറച്ച് സമാധാനം കിട്ടും, സുധീഷ് പറഞ്ഞു. അങ്ങനെ നിധി സുധീഷിന്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. സുധീഷ് പറഞ്ഞു, താനത് വിടു നിധി. അവള് വരുമെന്ന് ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു പോയി, നിധി പറഞ്ഞു. ഞാനും വരുമെന്നാ കരുതിയത്. ഇയാളെക്കാളും സുഭാഷേട്ടനെക്കാളും ഒക്കെ എനിക്കായിരുന്നു നഷ്ടം. ഓടി നടന്നത് മൊത്തം ഞാനല്ലേ. കെട്ടാനുള്ള താലി വാങ്ങാൻ ജ്വല്ലറിയിൽ ചെന്നപ്പോൾ അരപ്പവന് പണിക്കൂലി അടക്കം 60,000 രൂപ. അവസാനം 2 ഗ്രാമിന്റെ ഒരു താലിയിൽ ഒതുക്കി. അപ്പോഴും വേണം 32,000 രൂപ. കയ്യിലുള്ളത് ആകെ 6,000-വും. പിന്നെ കടം വാങ്ങിച്ച് സംഘടിപ്പിച്ചു. ഇത് കേട്ടതും നിധി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കാശ് തരാം. എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ അതിനുവേണ്ടി പറഞ്ഞതല്ല. എനിക്കും കുറെ നഷ്ടമുണ്ടായിന്ന് പറഞ്ഞതാ. പിന്നെ താൻ എന്തിനാടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേണമെങ്കിൽ കാശ് തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അത്രയ്ക്കധികം കാശുണ്ടോ തൻ്റെ കയ്യിൽ? സുധീഷ് ചോദിച്ചു. അന്ന് സ്വർണം കൊടുത്തില്ലേ, അതിൽ ഇയാൾക്ക് തന്നത് കഴിഞ്ഞ് ബാക്കി മുഴുവനുമുണ്ട്, നിധി പറഞ്ഞു. അതവിടെ തന്നെ ഭദ്രമായിട്ട് വെച്ചേക്ക്. ഞാൻ ചുമ്മാ ഇത്രയും ആയിന്ന് പറഞ്ഞെന്നുള്ളൂ. എല്ലാം സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുമെന്ന് വെച്ചാ ചെയ്തത്, സുധീഷ് പറഞ്ഞു. കാശ് നഷ്ടമായത് ശരി തന്നെ, പക്ഷേ അതിലും വലിയ സങ്കടാ സുഭാഷേട്ടൻ അനുഭവിക്കുന്നത്. ഏതായാലും വാങ്ങിയതല്ലേ, തിരിച്ചു കൊടുക്കണ്ട. എന്നായാലും സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുമല്ലോ, അന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചോളാം. നമുക്ക് വേണ്ടി സുഭാഷേട്ടൻ എത്ര പണവാ മുടക്കിയത്, നിധി പറഞ്ഞു. താൻ പറഞ്ഞത് ശരിയാ, സുഭാഷേട്ടന് വേണ്ടി വാങ്ങിയ താലി എന്തെങ്കിലും യൂസ്ഫുൾ ആകും. പക്ഷേ എനിക്ക് നടന്നത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു നാടകമാ, സുധീഷ് പറഞ്ഞു. തെറ്റാ, ഇതെല്ലാം എൻ്റെ തെറ്റാ, നിധി പറഞ്ഞു. താൻ വെറുതെ അതാലോചിച്ചിരിക്കേണ്ട. നല്ലതിന് വേണ്ടിയിട്ടെന്ന് കരുതി നമ്മൾ ചെയ്തു. അതിങ്ങനെയൊക്കെയായി, അത്രേ ഉള്ളൂ, സുധീഷ് പറഞ്ഞു. എന്തായാലും ഒരു ദിവസം ഈ വീട് വിട്ട് ഞാൻ പോണം. അപ്പോൾ വീട്ടിൽ മൂന്നാമത് വന്നു കയറിയ പെണ്ണും ഇറങ്ങിപ്പോയെന്നേ ആളുകൾ പറയൂ. സുഭാഷേട്ടനൊരു ഭാര്യ വന്നിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ആ പേരുദോഷമുണ്ടാകില്ല, നിധി പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്തത്? ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ, സുധീഷ് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ ജോലിക്കൊന്നും പോകാതിരിക്കുകയാണ് സുധീഷും ഹരീഷും നികേഷുമെല്ലാം. സുഭാഷ് ഹരീഷിനോട് ചോദിച്ചു, എന്താടാ, നിനക്ക് ഷോപ്പൊന്നും തുറക്കേണ്ടേ? അതവര് തുറന്നോളും. സുഭാഷേട്ടൻ ഓക്കെയാണോ? ഹരീഷ് ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. എടാ, അതൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞു തീർത്തതല്ലേ, ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇന്ന് വാർപ്പ് നടക്കുന്ന ദിവസാ, എനിക്ക് നേരത്തെ പോണം, സുഭാഷ് പറഞ്ഞു. സുഭാഷേട്ടാ, രാവിലെ കിട്ടാറുള്ള കാപ്പി എവിടെ? സുധീഷ് ചോദിച്ചു. ഓ, ഞാനതങ്ങ് മറന്നു, ഇപ്പൊ കൊണ്ടുവരാം. സുഭാഷ് അടുക്കളയിലേക്ക് പോയി. സമ്മതിക്കണം നിങ്ങളെ, ഇത്രയൊക്കെ ആയിട്ടും ആ മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചോർത്ത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? കാപ്പി വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കണം, അല്ലാതെ ഓർഡർ ചെയ്യുമ്പോൾ മുന്നിൽ കൊണ്ടുതരാൻ സുഭാഷേട്ടൻ എന്താ നിങ്ങളുടെയൊക്കെ വെയിറ്ററാണോ, നിധി ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ എത്തി. അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് നിലത്തിരുന്ന് കഴിച്ചു തുടങ്ങി. സുഭാഷ് എല്ലാവർക്കും ചായ കൊടുത്തു. എന്നിട്ട് സുധീഷിനോട് പറഞ്ഞു, എടാ, നമ്മുടെ ഭയ്യയില്ലേ, അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ തിരുവനന്തപുരത്തൊക്കെ ചുറ്റി കാണിക്കാനായിട്ടൊരു വണ്ടി വേണം. അതിനെന്താ, ചെയ്യാലോ, സുധീഷ് പറഞ്ഞു. എത്രയാകും? സുഭാഷ് ചോദിച്ചു. 4,000 രൂപയാകും. സുധീഷ് പറയുന്നത് കേട്ട് സുഭാഷ് പറഞ്ഞു, ഓ, അത് വളരെ കൂടുതലാ. അതൊന്നും അത്ര കൂടുതലല്ല ഏട്ടാ, സുധീഷ് പറഞ്ഞു. നീയേ തോമസേട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്, സുഭാഷ് പറഞ്ഞു.
ഓ, അയാൾ സമ്മതിക്കാനൊന്നും പോകുന്നില്ല. സുധീഷിന്റെ മറുപടി കേട്ട് നിധി ചോദിച്ചു, ആരായി തോമസ് ഏട്ടൻ? നിങ്ങളുടെ സ്വന്തം ട്രാവൽസ് അല്ലേ? അതിലൊരു വണ്ടി എത്ര രൂപയ്ക്കാണ് ഓടേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചുകൂടെ? നിധി പറയുന്നത് കേട്ട് ഭാസ്കരൻ ചിരിച്ചു. ഇവൻ അങ്ങനെയാണോ നിന്നോട് പറഞ്ഞിട്ടുള്ളത്? നീ അത് വിശ്വസിച്ചോ? ഇവൻ കൂലിക്ക് വണ്ടി ഓടിക്കുന്ന വെറും ഡ്രൈവർ. ആ തോമസിന്റെ ശമ്പളം പറ്റുന്ന വെറും ഡ്രൈവർ. ആ പണി ചെയ്തിട്ട് അന്തസ് തോന്നുന്നില്ലെങ്കിലേ വേറെ വല്ല പണിക്കും പോണം. അല്ലാതെ മുതലാളിയാണെന്ന് അടിച്ചു വിടുകയല്ല വേണ്ടേ, ഭാസ്കരൻ പറഞ്ഞു. അന്നൊരൊറ്റ രാത്രി കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു പോയി. സുധീഷ് പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങനെ ഒരു നുണ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യത്തെ കള്ളങ്ങൾ പൊളിഞ്ഞപ്പോഴേ സമ്മതിക്കായിരുന്നു. നിങ്ങളെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല, ഭൂലോക കള്ളൻ, നിധി പറഞ്ഞു. പിന്നീട് തുണി വിരിച്ചുകൊണ്ടിരുന്ന നിധിയുടെ അടുത്ത് ചെന്ന് സുധീഷ് ചോദിച്ചു, ദേഷ്യത്തിലാണോ? ഒന്ന് ക്ഷമിച്ചു പിടിച്ചങ്ങാതി. ഇത് കേട്ട് നിധി പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞോളൂ. അതെന്നെ ബാധിക്കാത്തിടത്തോളം എനിക്കെന്ത് കാര്യം? എനിക്കൊന്നുമില്ല. നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ? അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.